ഇങ്ങനെ പിന്നെങ്ങനെ ഇന്ത്യക്ക് ഈ യുദ്ധം കൊണ്ട് എന്താ വേണ്ടത്? എന്താണ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്? എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനെ പപ്പടാക്കണം. നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഈ ന്യൂസ് എക്സിൽ വന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Good afternoon, Vineet. Rather, good evening, and to you and all the NewsX viewers. I think this is something which goes unnoticed in the middle of, the India-Pakistan tensions and what is building up. But little do people know that India has moved up to the 4th position now. Even though it's very marginal, we've just overtaken Japan. It's coming from the IMF, who's constantly monitoring all the economies around the world. So we are now the 4th largest. I think now the 3rd largest. We've only got Germany to overtake, which is about $4.7 trillion. I think that is within the stone's throw now. I'm very hopeful that by the end of this year, or maybe by the middle of next year, at the most, we'll be overtaking Germany to lodge ourselves as the 3rd largest, Vineet. കണ്ടോ, ഈ വാർഡ് കാരണം ആരും അറിയാണ്ട് പോയൊരു ന്യൂസാണിത്. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 4ാമത്തെ ഏറ്റവും ടോപ്പ് ഇക്കണോമിക് പവറാണ്. ഇത് പ്രകാരം ഈ കൊല്ലം അവസാനം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ബിഗിനിങ് ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിക് പവറായി മാറും. അമേരിക്ക, ചൈന, പിന്നെ ഇന്ത്യ. ഇന്ത്യയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇന്ത്യയുടെ ഗ്രോത്ത് ആണ്. ഈ പാകിസ്ഥാൻ വന്നിട്ട് ഇവിടെ നമ്മളെ മാന്തുമ്പോൾ നമ്മൾ അവരെ പിന്നാലെ ഓടിയെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് ഭയങ്കര പ്രോബ്ലമാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് പാകിസ്ഥാനെ പപ്പടാക്കലല്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് മോദിജി പറഞ്ഞ മാതിരി ടെററിസ്റ്റുകളെ പപ്പടാക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് പാകിസ്ഥാനെ പോയി യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇപ്പൊ നമുക്ക് തന്നെ പോയിട്ട് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പിടിക്കണം എന്നല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം 2047 ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി മാറണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു കാർ ഓടിച്ച് പോവാണ്. വഴിയിൽ ഒരാൾ നമ്മുടെ കാറിനെതിരെ കല്ലെറിഞ്ഞു. നമ്മൾ ഈ കല്ലെറിഞ്ഞ ആളെ പോയി 2 പപ്പടാക്കിയിട്ട് മുന്നിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ആ കല്ല് എറിയുന്ന ആൾക്കാരെ മുഴുവൻ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ നമ്മൾ ഡൽഹിയിലെത്തുമോ? മോദിജിക്ക് അത് നല്ലപോലെ അറിയാം. ഇന്ത്യയുടെ എയിം യുദ്ധം എങ്ങനെയും അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് വേണമെന്നുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ താല്പര്യം. അതുകൊണ്ട് ഇന്ത്യക്ക് സീസ് ഫയർ ആണ് താല്പര്യം. ടെററിസ്റ്റുകളെ തകർക്കണം, അല്ലാണ്ട് പാകിസ്ഥാനെ തകർക്കണം എന്നല്ല. അപ്പോൾ നമ്മുടെ ഈ കല്ലെറിഞ്ഞ ആളെ കല്ലെറിയാണ്ടിരിക്കുന്നത് മാത്രമല്ല, ഈ പാകിസ്ഥാൻ നിർത്തില്ല. കാരണം അവർക്ക് നമ്മളോടുള്ള ഇടയ്ക്കിടയ്ക്ക് അടി കൊണ്ടില്ലെങ്കിൽ അവർ ഇത് മാന്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അവരെ പിന്നാലെ പോയിട്ട് നമ്മുടെ സമയം കളയാൻ പാടില്ല. അത് ഈ കല്ലെറിഞ്ഞ പിള്ളേരെ പിന്നാലെ പോകണം വരെയാണ്. നമുക്ക് എത്തേണ്ടത് ഡൽഹിയാണ്. അല്ലെങ്കിൽ നമ്മുടെ എയിം 2047 ആകുമ്പോഴേക്കും ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അതാണ് താല്പര്യം. അതാണ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്. അതായിരിക്കണം ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്. നിങ്ങൾ ഈ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പേര് കൊണ്ട് നോക്കൂ. അദ്ദേഹം 1997 വാറിനെ കുറിച്ചിട്ട് പറയുന്നത് 1971 നമ്മളൊക്കെ പ്രകീർത്തിക്കുന്ന, വാനോളം പ്രശംസിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ യുദ്ധമുണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ യുദ്ധം നടന്നത്. പാകിസ്ഥാൻ്റെ വെടിയുണ്ട ഭാരത മക്കൾക്ക് എള്ളുണ്ട എന്നാണ് ഞങ്ങൾ സ്കൂൾ കുട്ടികളന്ന് മുദ്രാവാക്യം വിളിച്ചത്. പിന്നീടൊരു മുദ്രാവാക്യം, യാഹ്യാ ഖാൻ്റെ മയ്യത്ത് നിക്സൻ്റെ അമ്മയുടെ നെഞ്ചത്ത്. നിക്സൺ എന്ന അമേരിക്കൻ പ്രസിഡന്റാണ്, യാഹ്യാ ഖാൻ പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി. അപ്പോൾ ഈ മുദ്രാവാക്യമൊക്കെ നമ്മൾ വലിയ ആവേശത്തിൽ വിളിച്ചു, വളരെ ഗംഭീരമായി. പിന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനാക്കി. 12ാം ദിവസം പാകിസ്ഥാൻ മുട്ടുകുത്തി. ആ ലഫ്റ്റനന്റ് ജനറൽ നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ചു. അതുകൂടാതെ പുള്ളിയുടെ സൈനിക ചിഹ്നങ്ങൾ, ഈ തോളിലും നെഞ്ചത്തു കുത്തുന്ന ചിഹ്നങ്ങളുണ്ടല്ലോ, ആ ബാഡ്ജുകളൊക്കെ ഊരി അതും മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് വിറയ്ക്കുന്ന കൈയോട് കൂടിയിട്ട് സേന കീഴടങ്ങുകയാണ് എന്ന് എഴുതി ഒപ്പിട്ടു. അപ്പോൾ അത്ര വലിയ യുദ്ധങ്ങൾ ജയിച്ചതിന് ശേഷവും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഏൽപ്പിച്ച പ്രഹരം എത്രയായിരുന്നു അറിയാം? ഭയാനകമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന് രാജ്യം പുതിയ പരിഷ്കാരങ്ങൾ കൂടി സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഈ യുദ്ധം ഉണ്ടായത്. രാജ്യത്തിൻ്റെ റിസോഴ്സസ് വലിയ തോതിൽ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടു. ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. അതിനൊക്കെ തുനിയാതിരിക്കുന്നതാണ് നല്ലത്. കേട്ടല്ലോ അദ്ദേഹം എന്താ പറഞ്ഞത്? സംഭവം ശരി തന്നെയാണ്. വാറൊക്കെ അടിച്ചു പൊളിച്ച് നടന്നു. നമ്മൾ പാകിസ്ഥാനെയും 2ആയിട്ട് വിഭജിച്ചു. ബംഗ്ലാദേശ് വന്നു, പാകിസ്ഥാൻ വന്നു. ഇന്ത്യ 93,000 സോൾജേഴ്സിനെ ബന്ദിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് ഒരുപാട് ബാക്കിലേക്ക് പോയി. യുദ്ധത്തിൽ ഇടപെട്ടാൽ ഇക്കണോമിക് ഗ്രോത്ത് ഒരുപാട് ബാക്കിലേക്ക് പോകും. അപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നതാണ് ഏറ്റവും ശരി. കാരണം അദ്ദേഹം പറയുന്ന മാതിരി നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇപ്പോ അത് നമുക്ക് നല്ലതല്ല, ഇന്ത്യക്ക് നല്ലതല്ല. എല്ലാവർക്കും നെഞ്ചു വിരിച്ച് മോദിജി അവിടെ പോയി അടിക്കണം ഒക്കെ പറയണൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മോദിജിക്ക് അറിയാതെ നല്ലതല്ല എന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം.